നേരത്തെ തന്നെ ഇവിടെ വിവരിക്കപ്പെട്ടു. കേരളത്തിൽ എത്ര സ്ഥലങ്ങളിലാണ് ഈ അക്രമവാഴ്ച ഉണ്ടായത്? എന്താ പോലീസിന്റെ ഡ്യൂട്ടി ഡിവൈഎഫ്ഐയും SFIക്കും ഏറ്റെടുക്കാനുള്ള അധികാരം എന്താ? കേരളത്തിലെ പോലീസ് സേന മോശമൊന്നുമല്ല. അവരെ അവരുടെ പാട്ടിന് വിടുന്നില്ല. അവരുടെ കൈകൾ ബന്ധിച്ചിരിക്കുകയാണ്. അവരെ നിഷ്ക്രിയമാക്കിയിരിക്കുകയാണ്. കേരളത്തിലെ പോലീസിനെ മുഴുവൻ രാഷ്ട്രീയവൽക്കരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട സുരേഷ് ബാബു പറഞ്ഞതുപോലെ മെയ് മാസത്തില് ഒരുപക്ഷെ അതിനു മുമ്പ് വേണമെങ്കിലും തെരഞ്ഞെടുപ്പ് നടക്കാം. ആ തെരഞ്ഞെടുപ്പ് ഉണ്ടാകുന്നതിന് മുമ്പ് ഇവിടെ ഒരു പാതയൊരുക്കലാണ്. അത് നീതി നിഷേധത്തിന്റെയും നിയമവാഴ്ചയുടെയും തകർച്ചയിലൂടെ അധികാരം പിടിച്ചെടുക്കാം എന്നുള്ള ലക്ഷ്യമാണ് ഇവിടെ നടക്കുന്നത്. ഇവിടെ ചോദിച്ചാൽ എവിടെയാ തകർച്ച? മെനഞ്ഞാന്ന് ഇന്നലെയും നമ്മൾ കണ്ടതല്ലേ, തിരുവനന്തപുരത്ത് മാനവീയം വീതിയില് ആളുകൾ ഗൂണ്ടകൾ തെരുവിൽ തമ്മിൽ തല്ലുകയാണ്. എവിടെ പോയി ഉന്നത ഉദ്യോഗസ്ഥന്മാര്? ഈ രക്ഷാപ്രവർത്തനം നടത്താൻ അവിടെ ആരെയും കാണുന്നില്ലല്ലോ. അത് അവിടെ മാത്രമല്ല, കേരളത്തിൽ ഉടനീളം നടക്കുന്ന സംഘർഷങ്ങളും ബഹളങ്ങളും കൊലപാതകങ്ങളൊക്കെ ഇവിടെ നേരത്തെ എണ്ണി പറഞ്ഞു. 6 വയസ്സുകാരനെ അതിക്രൂരമായി പീഡിപ്പിച്ചിട്ട് ആ കേസ് വിട്ടുപോയി. ആ വിട്ടുപോയതിന് കോടതി തന്നെ എണ്ണി എണ്ണി കാരണങ്ങൾ പറയുകയാണ്. തെളിവെടുത്തില്ല, DNA പരിശോധന നടത്തിയിട്ടില്ല, ഫോറൻസിക് പരിശോധന നടന്നിട്ടില്ല. ആ ഉദ്യോഗസ്ഥന് ഇനിയിപ്പോ അടുത്ത പ്രൊമോഷൻ വാങ്ങി DYSP ആയും അതിന് പിന്നീട് SP ആയി പോവുകയാണ്. അതാണല്ലോ വാളയാറിൽ നടന്നത്. വാളയാറിൽ 2 പെൺകുട്ടികളാണ് ആത്മഹത്യ ചെയ്തത്. ആദ്യത്തെ പെൺകുട്ടി ആത്മഹത്യ ചെയ്ത സമയത്ത് ഒരന്വേഷണവും നടന്നില്ല. എപ്പോഴാണ് അന്വേഷണം സ്റ്റാർട്ട് ചെയ്യുന്നത്? രണ്ടാമത്തെ പെൺകുട്ടി മരിച്ചതിന് ശേഷമാണ് അവിടെ കേസ് ഡയറി എഴുതാൻ തുടങ്ങിയത്. എല്ലാ തെളിവും നശിപ്പിക്കപ്പെട്ടു. ഇതാണോ ഈ ആഭ്യന്തരമന്ത്രിയുടെ കീഴിൽ, ഈ മുഖ്യമന്ത്രിയുടെ കീഴിൽ നടക്കുന്ന പോലീസ്? അവരുടെ കൈകൾ ബന്ധിച്ചിരിക്കുകയാണ്, അനങ്ങാൻ സാധിക്കത്തില്ല. എന്ത് തോന്നിവാസവും ഈ രാജ്യത്ത് നടപ്പിലാക്കും. പാർട്ടി പറയുന്നതിനപ്പുറം ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ല. ഈ അമിതമായ രാഷ്ട്രീയവൽക്കരണമാണ് കേരളത്തിന്റെ പോലീസ് സംവിധാനത്തെ തകർത്ത് തരിപ്പണമാക്കിയത്. ഈ സമയത്ത് യാത്ര നടത്തിയത് തന്നെ അത്യന്തം അപക്വമായ തീരുമാനം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ശബരിമല ലക്ഷം ആളുകൾ വരുന്ന സ്ഥലത്ത് അവിടുത്തെ സ്ഥിതി നമ്മൾ കണ്ടു. അവിടെ 17-18 മണിക്കൂർ ക്യൂ നിന്ന് വെള്ളം കിട്ടാതെ ദാഹിച്ചു വലഞ്ഞ് യാതൊരു സൗകര്യമില്ലാതെ അവിടെ ആളുകൾ ക്യൂ നിൽക്കുകയാണ്. സംവിധാനം ആകെ പാളി. ആരാ ഉത്തരവാദി? അവിടെ ഡ്യൂട്ടിക്ക് നിൽക്കുന്ന സാധാരണ പോലീസുകാരെ SI അല്ല. ഓരോ കൊല്ലവും 30% അധികം അവിടെ ആളുകൾ പങ്കെടുക്കുന്ന ഒരു സ്ഥലത്ത് വേണ്ട തയ്യാറെടുപ്പ് നടത്താതെ ഈ മുഖ്യമന്ത്രിയും മന്ത്രിമാരും സഞ്ചരിച്ചിരുന്ന വാഹനത്തിന്റെ പിന്നാലെ ഓടുകയായിരുന്നു ഇവിടുത്തെ DGP. എന്ത് സംഭവിച്ചു ഇവിടെ? അപ്പൊ സമയാസമയങ്ങളിൽ എടുക്കേണ്ട ചുമതലകൾ നിർവഹിക്കുന്നതിൽ പോലീസ് പരാജയപ്പെട്ടു, നിയമവാഴ്ച പരാജയപ്പെട്ടു. സകല സ്ഥലത്തും അതാണ് ചൂണ്ടിക്കാണിച്ചത്. കേസന്വേഷണം നടക്കുന്നില്ല പോലീസ് സ്റ്റേഷനുകളിൽ. പരാതി വാങ്ങാൻ ആളില്ല. കാരണം പോലീസുകാർ മുഴുവൻ ശബരിമലയ്ക്ക് മുഖ്യമന്ത്രിയുടെ പറയും പോവുകയാണ്. എല്ലാ സംവിധാനത്തെയും തകർത്തെറിഞ്ഞിട്ടുണ്ട്. എന്നാണ് മുഖ്യമന്ത്രി നേരിടുന്നത്? ഇതിനാണോ പാരിതോഷികം കൊടുക്കേണ്ടത്? ഇതിന് നേതൃത്വം കൊടുക്കുന്ന ഉദ്യോഗസ്ഥന് ഒരുപക്ഷെ കേരളശ്രീ കൊടുക്കുമായിരിക്കും. ഇനി പാരിതോഷികവും ക്യാഷ് അവാർഡ് മാത്രമല്ല, കേരളശ്രീ ഇവരുടെ പേരാണ് ഇനി പ്രസിഡന്റിന്റെ മെഡലിന് കൊടുക്കുന്നത്, ഇവരുടെ പേരാണ് മുഖ്യമന്ത്രിയുടെ മെഡലിന് കൊടുക്കുന്നത്. ഈ റിപ്പബ്ലിക് ഡേയിലും സ്വാതന്ത്ര്യ ദിനത്തിലുമൊക്കെ അർഹതയില്ലാത്ത ഇവർക്ക് ബാഡ്ജുകൾ കുത്തിക്കൊടുത്ത് ഇവർക്ക് വേണ്ടിയിട്ട് ഞങ്ങളുണ്ട്, നിങ്ങൾ ഞങ്ങളുടെ കൂടെ നിന്നാ മതി, എല്ലാ വൃത്തികേടുകളും കാണിച്ചാലും ഞങ്ങൾ നിങ്ങളെ സംരക്ഷിക്കുമെന്നുള്ള ഒരു ഉറപ്പ് നൽകുന്നത് കേരളം വരാൻ പോകുന്ന ഒരു വലിയ ഭീഷണിയാണ്. കാരണം നിയമവാഴ്ച എന്തെങ്കിലും പ്രതീക്ഷയുള്ളത് ഇപ്പൊ കോടതിയിൽ മാത്രമാണ്. കോടതി പറഞ്ഞാലും കേസെടുക്കത്തില്ല.